നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭാചരിത്രത്തിൽ ചില വ്യക്തികൾ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമാകുക മാത്രമല്ല, ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദൈവോപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു. അത്തരം മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മലങ്കര കത്തോലിക്ക സഭയുടെ പിതാവും പുനരേക്യ പ്രസ്ഥാനത്തിന്റെ ശില്പിയുമായ ധന്യൻ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി. സഭയുടെ ഐക്യത്തിനു വേണ്ടി തന്റെ ജീവിതവും പ്രതിഭയും സമർപ്പിച്ച അദ്ദേഹം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനോട് വിശ്വസത പുലർത്തിയ ഒരു യഥാർത്ഥ ഇടയനായിരുന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ മഹത്വം സംരക്ഷിച്ചുകൊണ്ട് സഭയുടെ പൂർണ്ണ ഐക്യം സാധ്യമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച തിരുമേനി മലങ്കര സഭയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതവും പുനരേക്യ പ്രസ്ഥാനവും ഇന്ന് നമുക്ക് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും സഭാസ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. പിതാവിന്റെ 73-ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ ആ ധന്യപിതാവിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം നയിച്ച പുനരേക്യ പ്രസ്ഥാനത്തെക്കുറിച്ചും നമുക്ക് അല്പം ചിന്തിക്കാം. 1882 സെപ്റ്റംബർ 21 മാവേലിക്കരയിലെ പണിക്കര വീട്ടിൽ ജനിച്ച തിരുമേനി ചെറുപ്പം മുതലേ ആഴമായ ആത്മീയതയും സഭാസ്നേഹവും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഭക്തി നിർഭരമായ ജീവിതം തിരുമേനിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും വളർന്ന അദ്ദേഹം സഭയുടെ നന്മയ്ക്കും ഐക്യത്തിനുമായി സ്വജീവിതം സമർപ്പിച്ചു. സെറാംപൂർ കോളേജിൽ പ്രൊഫസർ ആയിരുന്നപ്പോൾ വിവിധ ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരുടെ കൃതികൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. സഭയുടെ ഐക്യം, അപ്പോസ്തോലിക പാരമ്പര്യം, വിശ്വാസത്തിന്റെ പൂർണ്ണത എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ കൂടുതൽ സമ്പന്നമാക്കി. അതോടൊപ്പം മലങ്കര സഭ നേരിട്ടിരുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു. സഭയുടെ ആത്മീയ നവീകരണത്തിനും സ്ഥിരതയ്ക്കും ഐക്യത്തിനും ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ സാഹചര്യത്തിൽ സെറാംപൂരിലും മറ്റു സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിരുന്ന കത്തോലിക്ക മിഷണറിമാരുടെ സമർപ്പിത സേവനവും വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിലെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചു. പൗരസ്ത്യ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുമായുള്ള ഐക്യമാണ് മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരേക്യ പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത്. അനേകം എതിർപ്പുകളും പ്രതിസന്ധികളും നേരിട്ടെങ്കിലും അദ്ദേഹം തന്റെ ദൗത്യത്തിൽ ഉറച്ചുനിന്നു. അങ്ങനെ 1930 സെപ്റ്റംബർ 20 മാർ ഇവാനിയോസ് തിരുമേനി കത്തോലിക്ക സഭയുമായി പൂർണ്ണമായ ഐക്യത്തിൽ പ്രവേശിച്ചു. ഈ ചരിത്ര സംഭവം മലങ്കര കത്തോലിക്ക സഭയുടെ ഉദയത്തിന് വഴിതെളിച്ചു. പുനരൈക്യം എന്നത് ഒരു വിഭാഗം മറ്റൊന്നിൽ ലയിക്കുന്നതല്ല, മറിച്ച് സ്നേഹത്തിലും സത്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഐക്യമാണെന്ന് അഭിവന്ദ്യ പിതാവ് പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും സഭാഐക്യത്തിന്റെയും ഉത്തമ മാതൃകയാണ്. ഈ വിശ്വാസധൈര്യവും ദർശനവും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. പാവനമാ